മക്കളെ നമസ്തേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ പാഠത്തെക്കുറിച്ച് പറഞ്ഞു. അതിന് മുമ്പായിട്ട് ഹിന്ദിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഇൻട്രൊഡക്ഷൻ, അക്ഷരങ്ങളെക്കുറിച്ചൊക്കെ മാഷ് പറഞ്ഞു തന്നു. ഇനി ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗം എടുക്കുകയാണ് മാഷ്. അതായത് പുസ്തകം പ്രകാരം പറയുകയാണെങ്കിൽ 8-ാം പേജ് കഴിഞ്ഞു, 9-ാമത്തെ പേജിലേക്ക് കടക്കുന്നു. ആദ്യത്തെ 2 പാരഗ്രാഫിലും നമുക്കറിയാം, കഥാകൃത്ത് നമുക്ക് മനോഹരമായ ഒരു ചിത്രം പ്രകൃതിയെക്കുറിച്ച് തന്നു. एक सुंदर दृश्य कहानीकार ने हमें दिया है पहली पैराग्राफ में. और उसके बाद हमारा जो मुख्य पात्र 2 है, जो बेला और साहिल है, उनके बारे में थोड़ा बहुत हमें बता दिया. और अभी कहानी आगे बढ़ रहा है. ഇതുവരെ നമുക്ക് മനസ്സിലായി ആരൊക്കെയാണ് കഥാപാത്രങ്ങളെന്ന് മനസ്സിലായി. കഥ നടക്കുന്ന അതിൻ്റെ ഒരു നേച്ചറൽ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലായി. വി കെയിം ടു നോ അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് ദ നേച്ചർ, എ ബ്യൂട്ടിഫുൾ ഇല്ലിസ്ട്രേഷൻ ഗിവൺ ബൈ ദ സ്റ്റോറി റൈറ്റർ. ആൻഡ് ഹി ഗീവ്സ് us a little bit a glimpses of the characteristics of the characters, Bela and Sahil. Okay, we are moving. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ശ്രദ്ധിക്കുക. പേജ് നമ്പർ 9, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ശ്രദ്ധിക്കും മക്കളെ. ഇനി കഥയുടെ മറ്റൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഒരു സ്റ്റാർ മാർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഭാഗം നമുക്ക് പറഞ്ഞു വന്നു. ഇനി നമുക്ക് ഈ കഥ എവിടെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിമനോഹരമായി തന്നെ അദ്ദേഹം വീണ്ടും പറയാൻ പോവുകയാണ്. മാഷ് പാരഗ്രാഫ് വായിക്കാൻ പോവുകയാണ്. 1981 का साल, राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और माल गाड़ियों से सदा भरा फुलेरा जंक्शन. कस्बे की लगभग सुनी तंग गलियों में खामोश खड़े बिजली के खंभे, खंभों के बीच खींची तारों की कतारें. इन गलियों में जहाँ तहाँ दिखाई पड़ते हैं मीठी घंटियाँ बजाते फेरी वाले. एक अंधेरी सी गली में 6-7 गधों की खूरों की टापों की आवाज़ें. उनके पीछे चलता वो एक बदन उघाड़े कुम्हार. इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे, बेला और साहिल. उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी. स्टेशनरी की दुकान वाले ठापर से पेन में स्याही भरते थे. മക്കളെ ഇത്രയാണ് പറയുന്നത്. നമുക്കതിൻ്റെ ഒന്ന് മാഷ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 1981 का साल, 1981 കാലഘട്ടം. 80 എന്ന് പറഞ്ഞ മക്കളെ 80 ആണ്, 81 81, 82, 82, 83, 83 അങ്ങനെ പോകുന്നു എണ്ണം. 1981 എന്ന് പറഞ്ഞാൽ 1981 കാലഘട്ടം. എവിടെയാണ് നടക്കുന്നത് നോക്കിക്കോളൂ. രാജസ്ഥാൻ മേ ജയ്പൂർ കെ നസ്ദീക്. രാജസ്ഥാനിൽ മക്കളെ ജയ്പൂർ കെ നസ്ദീക്. രാജസ്ഥാനിലെ ജയ്പൂർ, നസ്ദീക് അർത്ഥം അടുത്ത്. കുറച്ച് വാക്കുകൂടെ മാഷ് പറഞ്ഞുതരാം. ഉടൻമൊഴി എഴുതിയിട്ടില്ല. നസ്ദീക്, നികട്ട്, പാസ്, കരീബ്, സമീപ്, ഇതൊക്കെ ഒരൊറ്റ അർത്ഥമാണ്. നസ്ദീക്, നികട്ട്, പാസ്, കരീബ്, സമീപ് ഒക്കെ. ഇതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് എന്ത് പറയാം? ദൂർ, ദൂരെ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ മക്കളെ. രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തായിട്ട് എന്തുണ്ട്? സവാരി ഗാഡി ഓർ മാൽ ഗാഡിയോ സെ സദാ ഭറാ ഫുലേറ ജംഗ്ഷൻ. ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷൻ്റെ പേരാണ് ഫുലേറ ജംഗ്ഷൻ. അവിടുത്തെ സ്ഥിതി എന്താ? എല്ലായ്പ്പോഴും, സദാ മീൻസ് ഓൾവേസ്, എല്ലായ്പ്പോഴും. എങ്ങനെ? സവാരി ഗാഡിയോ, ഗാഡി അർത്ഥം മക്കളെ വണ്ടി, സവാരി ഗാഡി യാത്രാ വണ്ടികൾ. ഓക്കെ. ഓർ മാൽഗാഡി, മാൽ എന്ന് പറഞ്ഞാൽ ഗൂഡ്സ് ആണ്. മാൽഗാഡി എന്ന് പറഞ്ഞാൽ നമ്മളെ ചരക്ക് വാഹനങ്ങൾ. സദാ ബറാ ഫുലാന ജംഗ്ഷൻ, എല്ലാ സമയത്തും ആളുകളുടെ വണ്ടികളും അതുപോലെ തന്നെ ചരക്ക് വണ്ടികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജംഗ്ഷൻ. അതിൻ്റെ പേരാണ് ഫുലേറ ജംഗ്ഷൻ. എവിടെയാണ് ജംഗ്ഷൻ ഉള്ളത്? ഇറ്റ് ഈസ് വെരി നിയർ ടു ദ രാജസ്ഥാൻ. രാജസ്ഥാനിൽ എവിടെ? ജയ്പൂർ നസ്ദീക്, ജയ്പൂർ നസ്ദീക്. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി പറഞ്ഞു തരാണ്, വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിക്കണേ. കസ്ബേ കി ലഗ്ഭഗ് സുനി തങ്ക് ഗലിയ.
ആ പട്ടണത്തോട് ചേർന്നിട്ട് എന്തുണ്ട്? ലഗ്ബഗ്. ലഗ്ബഗ് അർത്ഥം അപ്രോക്സിമേറ്റ്, ഏകദേശം. ലഗ്ബഗ്, ഇപ്പോൾ നമ്മൾ പറയാം ലഗ്ബഗ് 5 ബജെ എന്ന് പറയുന്നത് ഏകദേശം 5 മണിയായി. ലഗ്ബഗ് അപ്രോക്സിമേറ്റ് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, എന്താണുള്ളത്? കസ്ബേക്ക് ലഗ്ബഗ് സുനി തങ്ക് ഗലി. എന്താ സുനി എന്ന് പറഞ്ഞ അർത്ഥം മക്കളെ? 2-3 അർത്ഥങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് സുനിന, കേൾക്കുക എന്നർത്ഥമുണ്ട്. സുനി എന്ന് പറഞ്ഞാൽ മറ്റൊരു അർത്ഥമുണ്ട്. എന്ത്? ഏകദേശം ഡെസർട്ടഡ് എന്നുള്ളൊരു അർത്ഥം കൊടുക്കുക നമുക്ക്. വിജനമായ, അതായത് നോട്ട് ക്രൗഡഡ് പ്ലേസ്, വലിയ ജനത്തിരക്കൊന്നുമില്ലാത്ത ഏകദേശം ഒരു വിജനമായിട്ടുള്ള തങ്ക് ഗലിയ. ഗലി അർത്ഥം മക്കളെ സ്ട്രീറ്റ്, തെരുവ്. തങ്ക് ഗലി മീൻസ് നേറോ സ്ട്രീറ്റ്, ഇടുങ്ങിയ തെരുവ്. ജംഗ്ഷനിൽ ഭയങ്കര തിരക്കൊക്കെയാണ്, പക്ഷേ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കസ്ബയിൽ എന്തുണ്ട് കാണുന്നുണ്ട്? നമ്മൾ ആ പട്ടണത്തിൻ്റെ അടുത്തായിട്ട് കാണുന്നുണ്ട് കുറച്ച് വിജനമായിട്ടുള്ള, അധികം ആളുകളുടെ ബഹളമൊന്നുമില്ലാത്ത ഇടുങ്ങിയ തെരുവുകൾ, നേരോ സ്ട്രീറ്റ്സ് എന്ന് പറയാൻ പറ്റും. ഇടുങ്ങിയ തങ്ക് ഗലിയ, ഇടുങ്ങിയ തെരുവുകൾ. പിന്നെയോ ഗലിയോമേ, ഈ തെരുവുകളിൽ എന്താ മക്കളെ ഉള്ളത് നോക്കിക്കോളൂ. ഖാമോഷ് കടെ ബിജ്ലിക്ക് ഖമ്പെ. ബിജ്ലി അർത്ഥം മക്കളെ ഇലക്ട്രിസിറ്റി അല്ലേ? ഖമ്പ അർത്ഥം പോസ്റ്റ്. ഖാമോഷ് മീൻസ് സൈലൻറ്റ്, മിണ്ടാതെ ഇങ്ങനെ ഒരു പ്രേതത്തെ പോലെ ഇങ്ങനെ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളെ കാണാം. ഖാമോഷ്, ശബ്ദമൊന്നുമില്ലാതെ നിൽക്കുന്ന പോസ്റ്റുകൾ. ഖംബോ കെ ബീച്ച്, ആ 2 ഖമ്പ എന്ന് പറഞ്ഞ പോസ്റ്റ് മാഷ് നേരത്തെ പറഞ്ഞല്ലോ. ആ പോസ്റ്റിൻ്റെ ഇടയിൽ എന്തുണ്ട്? താറോ കി കത്താറേ. താറാർത്ഥം മക്കളെ കമ്പി കൊണ്ട് യോജിപ്പിച്ച്. നമുക്കറിയാം ഇലക്ട്രിക് പോസ്റ്റിൽ 2 പോസ്റ്റുകൾ ഇങ്ങനെ ഉണ്ടാവും, പോസ്റ്റിനോട് ബന്ധിപ്പിച്ചുകൊണ്ട് കമ്പികളുണ്ടാവും. അതാക്കി കത്താറേ, അതിൻ്റെ കൂട്ടം, കമ്പികളുടെ കൂട്ടങ്ങൾ കാണാം. ഇടുങ്ങിയൊരു തെരുവാണ്. തെരുവിൽ വലിയ ജനക്കൂട്ടമൊന്നുമില്ല, വലിയ തിരക്കൊന്നുമില്ല, ഏകദേശം ഒരു നേരോ സ്ട്രീറ്റാണ്, ഒരു ഡെസേർട്ടഡ് പ്ലേസാണ്. അവിടെ ഇങ്ങനെ പ്രേതത്തെ പോലെ നിൽക്കുന്ന, അനക്കമൊന്നുമില്ലാതെ ഖാമോഷ് കടേ, മിണ്ടാതെ നിൽക്കുന്ന പോസ്റ്റുകൾ കാണാം. പോസ്റ്റുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇലക്ട്രിക് കമ്പികൾ കാണാം. പിന്നെയോ ഇൻ ഗലിയോ മേ ജഹാ, ഈ പറഞ്ഞ അതേ നേരോ സ്ട്രീറ്റിൽ എന്തുണ്ട് മക്കളെ? ജഹാ മീൻസ് ഹിയർ ആൻഡ് ദേർ, അവിടെ എവിടെയൊക്കെ എന്ത് കാണാം? दिखाई पड़ते मीठी घंटियाँ बजाते ഫാരി വാലെ. ഗണ്ടി അർത്ഥം മക്കളെ മണി. മീഠി ഗണ്ടി, മധുരമുള്ള മണി അടിച്ചു പോകുന്ന ഫാരി വാല. ഫാരി വാല എന്ന് പറഞ്ഞാൽ നമുക്ക് വാൻഡേഴ്സ്, അതായത് സാധനങ്ങളൊക്കെ ചെറിയ വണ്ടിയിലും വണ്ടിയിലൊക്കെ കൊണ്ടുവെക്കുന്ന, നടന്ന് വിൽപ്പന ചെയ്യുന്ന ആളുകളെന്ന് പറഞ്ഞാൽ മതി നമുക്ക്. അങ്ങനെയുള്ള മണിയടിച്ച് നീങ്ങുന്ന, മധുരമുള്ള മണിയടിച്ച് നീങ്ങുന്ന എന്നാണ് പറഞ്ഞത്. അപ്പം ഒരുപക്ഷേ മിഠായികളോ ഈ പഞ്ഞി മിഠായിമാരുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കാം അല്ലേ? ഓക്കെ, അവരെ അവിടെ എവിടെയൊക്കെ കാണാം. കുറച്ച് ആളങ്ങോട്ടും ഇങ്ങനെ, അധികം തിരക്കൊന്നുമില്ല, കുറച്ച് വണ്ടിക്കാരൊക്കെ കാണാം. പിന്നെയോ അതിനടുത്തായിട്ട് മക്കൾ അന്ധേരി സി ഗലീമേ, ആ തെരുവ് തന്നെ ഒരു ഇരുണ്ട തെരുവിടും, നിറ വെളിച്ചമൊന്നുമില്ലാതെ ഏകദേശം ഒരു മങ്ങിയ ആ ഗലിയിൽ 6-7 गधों की खूरों की टापों की आवाज़ें. 6-7 അർത്ഥം മക്കളെ 6-7 ഗധ മീൻസ് ഡോങ്കീസ്. കഴുതകളുടെ കുളമ്പടി ശബ്ദം ഇങ്ങനെ കേൾക്കാം. കഴുതക്കൂട്ടം വരുന്ന ശബ്ദം കേൾക്കുന്നു. ഗധോं की टापों की आवाज़ें, खूरों की टापों की आवाज़ें. ഒരു കഴുതകൾ കൂട്ടമായി നടക്കുമ്പോൾ ഒന്ന് കുളമ്പടിൻ്റെ ശബ്ദം മാത്രമല്ല, മുറുമുറുക്കുന്നൊരു ശബ്ദവും കേൾക്കാം. എല്ലാം കൂടി മുക്കറയിട്ടമായിരിക്കാം നടക്കുക. കൂട്ടത്തിൽ നടക്കുമ്പോൾ തൊട്ടും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് നടക്കും. ആ ശബ്ദങ്ങൾ കേൾക്കാം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം കഴുതകൾ എവിടുന്നോ നടന്നു വരുന്നുണ്ട്. ഉനിക്കെ പീച്ചേ ദൃശ്യം നല്ലതായിട്ട് കാണിച്ചു തരികയാണെങ്കിൽ നമുക്ക് നല്ല ഗിവ്സ് us എ ബ്യൂട്ടിഫുൾ പിക്ചർ, എ ബ്യൂട്ടിഫുൾ നെറേഷൻ ഓഫ് ദി സ്റ്റോറിയുടെ നല്ലൊരു ഇതാണ് അദ്ദേഹം കാണിച്ചു തരുന്നത്. നോക്കിക്കോളൂ. ഉസ്കെ പീച്ചെ, ആ കഴുതക്കൂട്ടത്തിൻ്റെ പിന്നിലായിട്ട് ബദൻ ഉഗാടെ കുമാർ. ബദൻ എന്ന് പറഞ്ഞ അർത്ഥം നമുക്കുള്ള ശരീരം, ബോഡി. ഉഘാടന എന്ന് പറഞ്ഞാൽ പിഴുതെറിയുക എന്ന അർത്ഥം, പുൾ ഔട്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പം ശരീരം പിഴുതെറിഞ്ഞ ഒരു കുമാർ അർത്ഥം ഈ പാത്രങ്ങൾ, കൊശവൻ എന്ന് പറയും മലയാളത്തിൽ നമ്മൾ. കൊശവൻ, പോട്ട് മേക്കർ, പാത്രം, മണ്ണിനെ കൊണ്ട് ഉണ്ടാക്കുന്ന കലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെയാണ് നമ്മളെന്ത് പറയുക? ആ കൊശവൻ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ബദൻ ഉഘാട എന്ന് പറഞ്ഞാൽ ശരീരമില്ലാത്ത ഒരു കൊശവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പ്രേതായിട്ട് നടക്കാതാണോ? അല്ല. പക്ഷേ മെലിഞ്ഞുണങ്ങിയ അസ്ഥിക്കൂടമായിട്ട് സ്കെൽറ്റഡ് ബോഡി ടൈപ്പായിട്ടുള്ള ഒരാൾ, പാവം ദരിദ്രനായ മെലിഞ്ഞുണങ്ങിയ ഒരു കുശവനും ഈ കഴുതകളുടെ പിന്നാലെ നടന്നു വരുന്നു. ഒരു പക്ഷേ അദ്ദേഹം കഴുതപ്പുറത്ത് മണ്ണറ്റം കൊണ്ടുപോയിട്ടായിരിക്കാം. അത് കാണാം. ഇതാണ് പറഞ്ഞൊരു ചിത്രം.
കഥ നടക്കുന്ന സ്ഥലത്താണ് പറഞ്ഞത്. 1981 കാലഘട്ടത്തിലാണ് കഥ നടക്കുന്നത്. രാജസ്ഥാനിനടുത്തുള്ള ജയ്പൂരിനടുത്തായിട്ട് ചെറിയൊരു സ്ട്രീറ്റ് ഉണ്ട്, എന്താ പറയേണ്ടത്, അതിനൊരു ഫുലേറ ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ വണ്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിൽ യാത്രാ വണ്ടിയുണ്ട്, ചരക്ക് വണ്ടിയുണ്ട്, എല്ലാം ഉണ്ട്. അതിനടുത്തായിട്ടൊരു കസ്ബയുണ്ട്, ഇടുങ്ങിയ തെരുവുകളുള്ള ഒരു സ്ട്രീറ്റാണത്. ആ സ്ട്രീറ്റിൽ നമുക്ക് നോക്കിയാൽ കാണാം, അനങ്ങാതെ മിണ്ടാതെ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളെ കാണാം, പോസ്റ്റുകളെ ബന്ധിപ്പിച്ചിട്ടുള്ള വയറുകളെ കാണാം, കമ്പികളെ കാണാം. അതുകൂടാതെ അവിടെ എവിടെയൊക്കെയായിട്ട് ഉന്തുവണ്ടിയിൽ സാധനങ്ങൾ വിൽക്കുന്ന ആളുകളെ കുറച്ച് കാണാം. അതിനുശേഷമോ നമുക്കൊരു ശബ്ദം കേൾക്കുന്നു, ഒരു കൂട്ടം കഴുതകൾ നടന്നു വരുന്നു. അതിന് പിന്നിലായിട്ട് ഒരു ബദൻ ഉഘാടെ കുമാർ, ഒരു കൊശവൻ, മെലിഞ്ഞുണങ്ങിയ ഒരു കൊശവൻ നടന്നു. ഇതാണ് ചിത്രം മക്കളെ. ഇനി ശ്രദ്ധിക്കണേ, ഇസ് ദൃശ്യക്ക് ബീച്ച് സേ, നമ്മൾ പറഞ്ഞ ഈ ദൃശ്യത്തിൻ്റെ ഇടയിലൂടെ എന്ത് കാണാം? ഗുജർത്തെ ദോ സ്കൂളിൽ വെച്ച്, അവരുടെ ഈ പറഞ്ഞ കൂട്ടത്തിൻ്റെ ഇടയിലൂടെ 2 കുട്ടികൾ ഇങ്ങനെ കടന്നു വരികയാണ്. സ്കൂളിൽ വെച്ച്, സ്കൂളിൽ പോകുന്ന 2 കുട്ടികൾ. ആരൊക്കെയാണ് അവർ? ബേല ഓർ സാഹിൽ. നേരത്തെ നമ്മൾ പറഞ്ഞ ആ കഥാപാത്രങ്ങൾ 2 പേരും എത്തി. ബേലയും സാഹിലും ഇതാ കടന്നു വരുന്നു. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ദ റൈറ്റർ ഇൻട്രൊഡ്യൂസിങ് ഹിസ് ക്യാരക്ടേഴ്സ്. ഇങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. तो सबसे पहले हमें समय के बारे में बताया और कहानी कहाँ पर हो रहा है उसके बारे में बताया, और वहाँ का दृश्य क्या क्या है बहुत ही सुंदरता से, खूबसूरती से हमें बता दिया. उसके बाद कहता है कि 2 स्कूली बच्चे आ रहे हैं और 2 बच्चों का नाम है बेला और साहिल, और हमारा कहानी का मुख्य पात्र ये दोनों बच्चे, स्कूल जाने वाले बच्चे हैं दोनों. ओके. और उन दिनों പിന്നെ അദ്ദേഹം പറയാണ്, ആ കാലഘട്ടത്തിൽ ഡ്യൂറിങ് 1981, ഏകദേശം 1980-81 കാലഘട്ടത്തിലൊക്കെ എന്താ, 5 പൈസമേ നീലി സ്യാഹി ഭരി ജാതി തി. പെന്നിൽ മക്കളെ 5 പൈസ കൊടുത്താൽ നീല മഷി നിറച്ച് തരും. മഷിപ്പെന്നാണ് ആ കാലഘട്ടത്തൊക്കെ ഉപയോഗിച്ചിരുന്നത്. സ്റ്റേഷനറിക്ക് ദുകാൻ വാലെ ട്രാപ്പർ സെ പെൻ മേ ഷാഹി ഭർത്തെ थे. എവിടെ നിന്ന് കിട്ടും ഇത്? സ്റ്റേഷനറി കടയിൽ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 5 പൈസ കൊടുത്തു കഴിഞ്ഞാൽ മഷി നിറച്ച് തരും. ഇതായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. അപ്പം അവിടെയും ഒരു സ്റ്റാർ മാർക്ക് ഇട്ടിട്ട് നമ്മളെ മാറ്റി നിർത്തി. ഇനിയാണ് ദ റിയൽ സ്റ്റോറി ബിഗിൻസ് നൗ. ഇനിയാണ് യഥാർത്ഥത്തിലുള്ള കഥകൾ തുടങ്ങുന്നത്. ഇതുവരെ നമുക്ക് നേച്ചറിനെ കുറിച്ച് പറഞ്ഞു, കഥാപാത്രങ്ങളെ ഏകദേശം കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇവിടെയാണ് കഥ നടക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ അവസാനം കഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഹിന്ദിയിൽ മാഷ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹിന്ദിയിൽ एक्सप्लेन ചെയ്യാനുള്ള കാരണം മക്കളെ? हिंदी का कुछ शब्द ऐसे होते हैं, हिंदी का नहीं, हर एक भाषा का कुछ शब्द ऐसे होते हैं, आप उस शब्द को अगर बार बार सुनते 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 आपके कान के अंदर से घुस जाएगा और दिमाग में बैठ जाएगा. कहने का मतलब यानी ശബ്ദങ്ങൾ മക്കൾ കേട്ട് 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 അതിലൂടെ കയറി അത് തലയിലങ്ങിയിരിക്കും. അങ്ങനെയൊക്കെയാണ് വാക്കുകൾ ഉണ്ടാക്കുക. ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല. तो इसलिए मास्टर जी आपको हिंदी में भी उसके दोहरा देता हूँ. ठीक है, ഓക്കെ. നോക്കിക്കോളൂ മക്കളെ. അപ്പോൾ നേരത്തെ പറഞ്ഞു ആ സമയത്ത് 5 പൈസ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മഷിയൊക്കെ നിറച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഡൺ. കം പെൻമേ കുച്ച് സ്യാഹി ബച്ചി തീ എന്നൊക്കെ ശ്രദ്ധിക്കുക. അപ്പം മഷി നിറയ്ക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ കുറച്ച് മഷി അതിൽ ബാക്കിയുണ്ട്, ഒരിത്തിരി ബാക്കിയുണ്ട്, ബാക്കി നിറയ്ക്കണം. ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ. ആ മഷിയെ സാഹിൽ എന്തു ചെയ്തു? ജമീൻ പർ ചിടക് ദിയ. ജമീൻ അർത്ഥം മക്കളെ ഭൂമി എന്ന് പറയുക. ജമീൻ, ഭൂമി ഒക്കെ ഒരേ അർത്ഥം തന്നെയാണ്. ധർത്തി, ധര, ജമീൻ, ഭൂമി ഒക്കെ. ഓക്കെ. ചിടക് ദിയ മാഷ് പടി എഴുതിയിട്ടുണ്ട് മക്കളെ. ചിടക്ന എവിടെ പോയി? ഇതാ കുടഞ്ഞു കളയുക. കേട്ടോ, ചുടഞ്ഞു കളയുക. അവൻ നിലത്ത് അത് കുടഞ്ഞു കളഞ്ഞു. നഹി സ്യാഹി ഭർവാനെ കെ ലിയേ ദോനോ ദുകാൻ പർ പहुंचे. ഇനി മാഷ് പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ ഈ ഇടുന്നെടുത്ത പാരഗ്രാഫിൻ്റെ മുമ്പേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദോനോ ബच्चे आपस में बात करते हैं, दोनों बच्चे बैठकर खेत के अंदर बीर बहुटियाँ खोजा करते थे. उस समय बेला ने साहिल ने पूछा, बेला तुमने कुछ सुना? तो बोला मैं पहली घंटी सुनी हूँ. അങ്ങനെ ഫസ്റ്റ് ബെല്ല് കേട്ടിട്ടുണ്ട്. അതാണ് വീണ്ടും ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഇന്നെടുത്ത് ആ സ്ഥലത്തിനെ കുറിച്ചുള്ള പാരഗ്രാഫ് അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് മറ്റേതിൻ്റെ കണ്ടീഷനായിട്ട് പോവാം. ഓക്കെ.
അപ്പോൾ അത് പറയാണ്, പെന്നിൽ കുറച്ച് മഷി ബാക്കിയുണ്ടായിരുന്നു, പക്ഷെ അവനത് ചെയ്തു, അത് നിലത്ത് കുടഞ്ഞു കളഞ്ഞു. നൈ സ്യാഹി ബർവാനേക്കിൽ ദോനോ ദുക്കാൻ പർ ഗേ. പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടി മക്കളെ രണ്ടുപേരും, ദുക്കാൻ മീൻസ് കടയാണ്, ദുക്കാൻദാർ കടയുടമ, മഷി എഴുതിയിട്ടുണ്ട്. എവിടെ പോയതാ? ദുക്കാൻദാർ കടയുടമ. അങ്ങനെ രണ്ട് കുട്ടികളും ബേല ആൻഡ് സാഹിൽ ദ വെൻ ടു ദ സ്റ്റേഷനറി ഷോപ്പ്. സ്റ്റേഷനറി ഷോപ്പിലേക്ക് അവർ പോയി. ഇനി മാഷ് വായിക്കുന്നത് ശ്രദ്ധിക്കാം. സാഹിൽ സെ പെഹലെ ഹി ബേല നെ ദുകാൻ വാലോं से कहा. പക്ഷെ വായിക്കുന്നത് പിന്നുന്നാട്ടോ, ശ്രദ്ധിക്കണം. സാഹിൽ സെ പെഹലെ ഹി എന്താ മക്കളെ അർത്ഥം? സാഹിലിൻ്റെ മുമ്പേ തന്നെ എന്ന് പറഞ്ഞാൽ സാഹിൽ പറയുന്നതിന് മുമ്പ് ബേലാനെ ദുകാൻ വാലെ സെ കഹ, ബേല ആ കടക്കാരനോട് പറഞ്ഞു. എന്താ പറഞ്ഞത് മക്കളെ നോക്കിയോ? ഏക് പെൻ മേ സാഹി ഭർ ദോ. പറഞ്ഞു, അപ്പം ഏക് പെൻ മേ സാഹി ഭർ ദോ, ഒരു പെന്നിൽ മഷി നിറച്ച് തരുമോ? ആര് പറയുന്നതിന് മുമ്പേ? സാഹിലിൻ്റെ മഷിയാണ് തീർന്നത്, പക്ഷേ സാഹിൽ പറയുന്നതിന് മുമ്പ് വേല ചാടിക്കയറിയായിട്ട് ചോദിച്ചു, ഒരു പെന്നിൽ മഷി നിറച്ച് തരുമോ? അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി നോക്കിക്കോളൂ. ബേട്ടാ. ബേട്ട എന്ന് പറഞ്ഞാൽ ആൺകുട്ടി എന്നുള്ള അർത്ഥത്തിൽ എടുക്കണ്ട മക്കളെ. കുട്ടികളെ മൊത്തത്തിൽ എടുക്കുന്നൊരു സർവ്വനാമമായിട്ട് നമുക്ക് ബേട്ട, മക്കളെ എന്നുള്ള അർത്ഥത്തിൽ. ബേട്ടാ സാഹി കി ബോത്തൽ അബി അബി ഖാലി ഹോ ഗയി. പറഞ്ഞു മക്കളെ, ഓഹ് കഷ്ടം, സാഹി കി ബോത്തൽ തോ അബി അബി ഖാലി ഹോ ഗയി. മഷിയുടെ ബോട്ടിൽ അബി അബി ഖാലി ഹോ ഗയി ഹേ. എന്താ മക്കളെ അർത്ഥം? ഇപ്പം ജസ്റ്റ് ഫിനിഷ്ഡ് എന്നുള്ള അർത്ഥമാണ്. മഷിയുടെ ബോട്ടിൽ ഇത് ഇപ്പം തീർന്നു പോയിട്ടല്ലേ ഉള്ളൂ. ആപ് തോ കൽ ഹി മിൽ പായേഗ. ഇനി മക്കളെ എപ്പോഴേ കിട്ടൂ? കൽഹി മിൽ പായ. കല്ലർത്ഥം നാളെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എടുക്കണം മക്കളെ, യെസ്റ്റർഡേ അല്ല കേട്ടോ. ഇനിയിപ്പോൾ മക്കളെ മഷി തീർന്നു പോയത് ഇപ്പം തീർന്നിട്ടുള്ളൂ, ഇനിയിപ്പോൾ നാളെയല്ലേ കിട്ടൂ എന്ന് കിസ്നെ കഹാ? കിസ്നെ കഹായി? ദുകാൻ വാലേനെ കഹാ. അപ്പം മാഷ് ഒരു ചോദ്യം വെറുതെ അങ്ങോട്ട് ചോദിക്കാം അവളോട്. ഏക്ക് പെൻമേ സ്യാഹി ഭർ ദോ. എന്താ മക്കളെ അർത്ഥം പറഞ്ഞത്? ഒരു പെന്നിൽ മഷി നിറച്ച് തരുമോ? ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചാലോ. ഈ കിസ്നെ കഹാ? बेला ने कहा. ओके, किससे कहा? दुकान वाले से कहा. क्या कहा? एक पेन में स्याही भर दो. അപ്പോൾ മൂന്ന് ചോദ്യമായിട്ട് നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഹിന്ദിയിലേക്ക് ഇങ്ങനെ കടന്നു കയറുക. മനസ്സിലായി? വെറും ചോദ്യം ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കുക എന്നുള്ള അർത്ഥം. ഇതേ ഒരു ചോദ്യം തന്നെ മാഷ് ഒരു മൂന്ന് ഭാഗത്തിൽ പറഞ്ഞു. പിന്നെ ദുക്കാൻദാര ഉത്തരവും പറഞ്ഞു, ബേട്ട ഖാലി ബോട്ടിൽ की സാഹി की बोतल तो अभी अभी खाली हो गई है, अभी तो बेटा कल ही मिल पाएगा. മക്കളെ തീർന്നല്ലോ, ഇനിയിപ്പോൾ നാളെ കിട്ടും. ബേല ബോലി. സാഹിൽ ബാബൊന്നും പറയുന്നില്ല, ബേല ചാടി വീണ്ടും പറയും. എന്താ പറഞ്ഞത്? ലേക്കിൻ ഇസ്നെ തോ പെൻമേ ജോ സ്യാഹി തീ ഉസേ ഭി ജമീൻ പർ छिड़क दिया. പറഞ്ഞു, അയ്യോ ഇവൻ ആ മഷി, കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു. ഇസ്സേ തോ പെൻമേ ജോ സ്യാഹി തീ, കുറച്ച് മഷി ഉണ്ടായിരുന്നു. ജോ സ്യാഹി ബാക്കി തീ, അങ്ങനെ തന്നെ പറഞ്ഞു ഉണ്ടായിരുന്നത്. ജമീൻ പർ छिड़क दिया. ഇവൻ എന്ത് ചെയ്തു? പുതിയ മഷി കിട്ടുമല്ലേ, അതുകൊണ്ട് അതിലുള്ള ഒരു ഇറ്റു മഷി അതിലുണ്ടായിരുന്നു, അതവൻ നിലത്ത് കൊടുത്തു കളഞ്ഞു എന്ന് ആര് പറഞ്ഞു? ബേല പറഞ്ഞു. ആരോട് പറഞ്ഞു? ദുക്കാൻദാരോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ജോ സ്യാഹി ബച്ചി തീ വോ ജമീൻ പർ छिड़क दिया. നേരത്തെ മാഷ് പറഞ്ഞ പോലെ കിസ്നെ കഹാ, കിസ്സേ കഹാ, ക്യാ കഹാ. രണ്ട് മൂന്ന് ചോദ്യം, അങ്ങനെ ചോദ്യങ്ങളായിട്ട് അങ്ങ് ഇടപഴകുകയാണ് നമ്മൾ കേട്ടോ. ഓക്കെ, അപ്പോഴോ മക്കളെ, അപ്പം ഉത്തരം ദുക്കാൻദാർ പറയുകയാണേ. എന്താ വേല എന്താ പറഞ്ഞത്? ജോ ഷാഹി തോടി ബഹുത്ത് ബച്ചി തീ ഇസ് പെൻ കി അന്തർ ഉസ്നെ തോ ജമീൻ പർ छिड़क दिया. കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു, അത് കുടഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞു. ചിടക്കിന അർത്ഥം മക്കളെ കുടയുക, കലം അർത്ഥം പേന. ഓക്കെ, പിന്നെന്താ ഉള്ളത്? ദുക്കാൻദാർ കടയുടമ, ഭർണ നിറയ്ക്കുക, ബാദൽ മേഘം, ഘട കുടം നോക്കിക്കോളൂ വരുന്നുണ്ട്. അപ്പം പറയാണ് ദുക്കാൻദാർ, മാഷത് കൂട്ടിയതാണ്, ഇതിലില്ല ബച്ചയോ കുട്ടികളെ. ബാദൽ കോ ദേഖ് കർ ഘടേ കോ നഹീ ദുലാനാ ചാഹിയേ. ദുകാൻ വാലെ ഭയ്യനെ കഹാ. ഇത് കേട്ട ഉടനെ നമ്മളെ കടക്കാരൻ മക്കളൊരു ഉപദേശ രൂപേണ പറഞ്ഞു, ബച്ചോ ബാദൽ കോ ദേക്കർ ഗഡേ നഹീ ദുലാനാ ചാഹിയേ. പറഞ്ഞു മക്കളെ, ബാദൽ അർത്ഥം മേഘമാണ് മക്കളെ. മേഘത്തെ കണ്ട്, ആകാശത്ത് മേഘത്തെ കണ്ട് കുടം കഴുകി കമഴ്ത്തരുത്, കളയരുത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ അർത്ഥം എന്താ മക്കളെ?
ആകാശത്ത് മേഘമുണ്ട്, ഇപ്പം നല്ല മഴ പെയ്യും, എന്നിട്ട് ഞാൻ ഈ കുടം നിറയ്ക്കും എന്ന് ചിന്തിച്ച് കുടത്തിലുള്ള ബാക്കിയുള്ള വെള്ളം എന്ത് ചെയ്യരുത്, കളയാൻ പാടില്ല എന്ന വലിയൊരു ഉപദേശം അദ്ദേഹം കുട്ടികളോട് പറഞ്ഞിരുന്നു. കാരണം എന്താ, അവന് സാഹിലിന് വേണമെങ്കിൽ ആ പെണ്ണിലെ വഴി അവിടെ നിർത്തായിരുന്നു, പക്ഷെ പുതിയത് കിട്ടുമല്ലോ എന്ന് ആലോചിച്ചിട്ട് അവനത് ഉടഞ്ഞു കളഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം എന്ത് പറയുന്നത്, ബാദൽ കോ ദേക്കർ ഗഡെ നെഹി ദുലാന ചായി. ദുലാന കഴുകുക മക്കളെ, ധോന കഴുകുക, ദുലാന കഴുകുക, ധോബി കഴുകുന്നയാൾ, വാഷർമാൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ധോന കഴുകുക. അപ്പോൾ പറയാണ് ഗഡെ കോ നെഹി ദുലാന ചായി. പറഞ്ഞു മക്കളെ, മഴമേഘത്തെ കണ്ട് കയ്യിലുള്ളതിനെ കളയരുത് എന്നർത്ഥം വന്നു. ഭയ്യാനെ കഹ, അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു. ഓർ പൂച്ച, എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, കോൺസി മേ പഠത്തെ ഹോ? ബോല ദോനോ ബച്ചോ, പ്യാരെ ബച്ചോ, ദോനോ കോൺസി മേ പഠത്തെ ഹോ? മക്കളെ ഒക്കെ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടാളും? അപ്പം ഇതുവരെ സാഹിൽ ഒന്നും പറഞ്ഞിട്ടില്ലേ. പാഞ്ചിമേ ഉത്തരം പറഞ്ഞു. ആരാ പറഞ്ഞത്? സാഹിലിനെ ऐसे बुरे मन से बताया जैसे पांचवी में पढ़ना पाप हो. സാഹിൽ പറഞ്ഞു. എത്രയിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാണ്. എങ്ങനെയാണ് പറഞ്ഞതെന്നറിയോ? പറഞ്ഞതിൻ്റെ സ്റ്റൈൽ നോക്കിക്കോളെ. കൈസെ കഹ, കിസ് പ്രകാർ കഹ, देखिए സാഹിലിനെ ऐसे बुरे मन से, മോശമായ മനസ്സോടുകൂടി എന്ന് പറഞ്ഞാൽ വിത്ത് ബാഡ് സാഡ് ഫീലിംഗ്, ഒരു സങ്കടത്തോടുകൂടി അവൻ പറഞ്ഞത്. എത്രയിൽ എത്തിയിട്ടുള്ളൂ? 5ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. ചെറിയ മക്കളുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ. ചോദിക്കുക എത്രയാണ് മക്കളെ പഠിക്കുന്നത്? അപ്പം പറയും 2-ൽ ഉള്ളൂ, 4-ലായിട്ടേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അങ്ങ് മുകളിൽ എത്തണമെന്ന് അവർ ചിന്തിക്കുക. മുകളിലുള്ള 10ാം ക്ലാസ്സുകാരോട് ചോദിച്ചാലോ, അവർ പറയും 10 വേണ്ടായിരുന്നു, 2-1 ആയ സുഖമായിരുന്നു. നേരെ താഴോട്ട് നമ്മൾ ചിന്തിക്കല്ലേ. അതുപോലെ വളരെ സങ്കടത്തോടുകൂടെ സാഹിൽ പറഞ്ഞു 5വീമേ, 5-ലെത്തിയിട്ടുള്ളൂ. അവൻ്റെ സംസാരം കേട്ടാൽ അഗർ ഉസ്കി ബാത്ത് അഗർ ആപ് സുനെ ഓർ ദേഖേ തോ കൈസാ ലഗേഗാ കി 5വീമേ പഠനാ ബഡാ പാപ് ഹോ. 5ാം ക്ലാസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര പാപം ചെയ്യുന്നത് പോലെയാണ് സാഹിൽ പറഞ്ഞത്. ഒരു സന്തോഷവും ഇല്ല, 5-ലെത്തിയിട്ടുള്ളൂ എന്നവൻ പറഞ്ഞു. അപ്പോഴോ മക്കളെ ശ്രദ്ധിച്ചോളൂ. ദോനോ ദുഃഖാലെ മനമേ കൈസപ്പ. വീണ്ടും കടക്കാരൻ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു. ദോനോ മക്കളെ 2 പേരും 5-ലാണോ ചോദിച്ചു. ആ ദോനോ. ഇപ്പോൾ ഉത്തരം പറഞ്ഞാൽ എന്താണ്? ആ ഒരു സ്റ്റൈൽ കണ്ടത് നമുക്കറിയാം. ഓർ ഹം ദോനോ സെക്ഷൻ ബി എ ഹെ എ. ബേല ഐസെ ഖുഷ് ഹോക്കർ ബതായ. ഇതിന് ഉത്തരം കൊടുത്തത് ബേലയാണ്. എങ്ങനെയാണ് ബേല പറയുന്നത്? ബഡേ ഖുഷ് ഹോക്കർ ബതായ. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ബേല പറയുന്നത്. അതെ, ഞങ്ങൾ 2 പേരും 5ാം ക്ലാസ്സിലാണ്, 2 പേരും ഞങ്ങൾ 5-ലാണ്. ഞങ്ങളുടെ സെക്ഷൻ 1ആണ്. ഏതാണ്? എ. സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ് മക്കളെ. അപ്പം പറയാം ഞങ്ങൾ ഡിവിഷൻ 1ആണ്, എ ക്ലാസ്സിലാണ് ഞങ്ങൾ. 5ാം ക്ലാസ് എയിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. ബഡാ ഖുഷ് ഹോക്കർ ബതായ. ഭയങ്കര സന്തോഷത്തിലാണ്. ആര് പറയുന്നത്? ബേല പറയുന്നത്. ജൈസെ കോയി ബഹുത് ബഡി ബാത് ഹോ. ഈ എ ഡിവിഷനിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര സംഭവമായിട്ടാണ് ബേല കാണുന്നത്. അതുകൊണ്ട് ബേല വളരെ സന്തോഷത്തോടെ പറഞ്ഞു ദുക്കാൻദാറോട്, അതെ ഞങ്ങൾ 2 പേരും 5-ലാണ്, പക്ഷേ ഞങ്ങൾ 2 പേരും ഡിവിഷൻ ഏതെന്നറിയോ? എ ഡിവിഷനിലാണ് ഞങ്ങൾ. ഭയങ്കര സന്തോഷത്തിലാണ് പറഞ്ഞത്. അതിന് മക്കളെ കാരണമുണ്ട്. കാരണം പഴയ കാലത്ത് ഡ്യൂറിങ് 80s 80 ആ കാലഘട്ടത്തിലൊക്കെ, 1980 കാലഘട്ടത്തിലൊക്കെ സ്കൂളിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സർക്കാർ സ്കൂളിലൊക്കെ നല്ലോണം പഠിക്കുന്ന കുട്ടികളൊക്കെ എ ഡിവിഷനിലായിരിക്കും. ദാറ്റ്സ് എ ഫാക്റ്റ്. ശരിയാണ്, സത്യമായിരുന്നത്. പിന്നെ CDEFGHലൊക്കെ പോകുമ്പോഴത്തേക്ക് പിന്നെ എപ്പോഴെങ്കിലും കയറി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പരിപാടി വേറെയൊക്കെയാണ്. ബെല്ലടിക്കും, ഉപ്മാവ് കൊണ്ടുവരും, വിളമ്പ്, ബാക്കിയുള്ള പരിപാടികളൊക്കെയാണ്. ഭയങ്കര പഠിത്തക്കാരൊക്കെ എ ക്ലാസ്സിൽ. അപ്പം അതും ചോദിക്കുക എന്താ ഡിവിഷൻ എന്ന് പറയും. ഭയങ്കര എന്തോ ഒരു സംഭവം മാതിരി. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പം എല്ലാം കണക്ക് എല്ലാ ഏവയെ തന്നെയാണ് പഠിച്ചത്. അപ്പം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ബേല പറഞ്ഞത് ഞങ്ങൾ 5ാം ക്ലാസ്സിലൊക്കെയാണ്, പക്ഷേ നമ്മൾ പഠിക്കുന്ന ഡിവിഷൻ ഏതാണ്? എ. ബഡാ ഖുഷ് ഹോക്കർ ബതായ ബേല ने. और इससे पहले जो सवाल किया था साहिल से, तो बड़े दुखी मन से साहिल ने बोला था कि हम 5वीं में पढ़ते हैं. ഭയങ്കര സങ്കടമായിട്ട് അവൻ പറഞ്ഞു, അയ്യോ ഞങ്ങൾ 5-ലെത്തിയിട്ടുള്ളൂ. जैसे लगता है उसके कहने से हमें पता लगता है कि कोई 5वीं में पढ़ना कोई बहुत बड़ा पाप हो. 5 പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര പാപം ചെയ്യുന്ന പോലെയാണ് സാഹിൽ കൺസിഡർ ചെയ്യുന്നത്. അതേ സമയത്ത് ബേലയോ, ഷി വാസ് വെരി ഹാപ്പി. വളരെ സന്തോഷത്തോടെ പറയുന്നത്, വി ആർ സ്റ്റഡിങ് ഇൻ 5th സ്റ്റാൻഡേർഡ് ആൻഡ് അവർ ഡിവിഷൻ ഇസ് എ.
ഇൻ എ പ്രൗഡ് മൂഡ് എന്നൊക്കെ പറയും. ഭയങ്കര സന്തോഷത്തിൽ അവൾ പറഞ്ഞു. ഓക്കെ, ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ थे. ഇനി മക്കളെ കഥാകൃത്ത് നമ്മളോട് നറേറ്റ് ചെയ്ത് തരുന്നത്, പറഞ്ഞു തരുന്നത്, ഈ രണ്ട് കുട്ടികൾ നമ്മൾ ദോസ്താണെന്ന് മനസ്സിലായി. ഇനി ഹൗ ഡീപ്പ് ദെയർ ഫ്രണ്ട്ഷിപ്പ് വാസ്, എത്ര ഡീപ്പായിരുന്നു അവരുടെ ആ സൗഹൃദം എന്നുള്ളത്. ഇന്നസെൻറ്റ് ഫ്രണ്ട്ഷിപ്പ് നമുക്ക് പറയാം. കൊച്ചുമക്കളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടോട്ടലി ഇന്നസെൻറ്റ്. വളരെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, കാര്യം കാണുന്ന വേണ്ടിയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊന്നുമല്ല. ഇന്നസെൻ്റ് ആയിട്ടുള്ള, ഫ്രാങ്ക് ആയിട്ടുള്ള, വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നോക്കണം. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ थे. ക്ലാസ് എന്നും പറയാം മക്കളെ, കക്ഷ എന്നും പറയാം കേട്ടോ. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വേർഡാണ്, പക്ഷേ യൂണിവേഴ്സൽ വേർഡ് നമുക്ക് ഏത് ഭാഷയിൽ ഉപയോഗിക്കാം. പറയുകയാണെ കക്ഷാമേ, നമുക്ക് ഹിന്ദി തുടങ്ങാം. ദോനോ പാസ് പാസ് ബൈഠത്തെ थे. പാസ് പാസ് അർത്ഥം മക്കളെ അടുത്തടുത്ത്. പാസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഭാഷ പറഞ്ഞല്ലോ, പാസ്, നികട്ട്, കരീബ്, സമീപ്, നസ്ദീഖ്, സെയിം മീനിങ്. ഓക്കെ, 5 വാക്കുകളുണ്ട്. അപ്പം പാസ് പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത് അടുത്ത് എഴുതാൻ ഇരുത്തുക. ക്ലാസ്സിൽ 2 പേരും അടുത്തടുത്താണ് ഇരിക്കുക. ബേല और साहिल साथ साथ में बैठते हैं. कॉपी में काम करते तो दोनों कॉपी में काम करते थे. കോപ്പി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം മക്കളെ നോട്ട് ബുക്കാണ് കേട്ടോ. നോട്ട് ബുക്കിലാണ് 2 പേരും, ഒരാൾ പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അതേ സമയത്ത് മറ്റേ ആൾ നോട്ട് ബുക്ക് തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ദേ ആർ ഡൂയിങ് ദ സെയിം ആക്ടിവിറ്റി. ഒരേ പ്രവൃത്തി 2 ആളും ചെയ്തു തുടങ്ങിയാണ്. കിതാബ് പഠിത്തേത്തോ, അത് ടെക്സ്റ്റ് ബുക്കാണ് വായിക്കുന്നതെങ്കിലോ, പഠന, വായിക്കുക, പഠിക്കുക 2 അർത്ഥമുണ്ടേ. ദോനോ കിതാബ് പഠിത്തേ. കണ്ടോ, ഒരാൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ തുടങ്ങി ഉടനെ തന്നെ മറ്റേ ആൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ തുടങ്ങും. ഒരാൾ നോട്ട് ബുക്കിൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾ നോട്ട് ബുക്കിൽ എഴുതാൻ തുടങ്ങും. അടുത്തടുത്താണ് 2 ആൾ ഇരിക്കുക. പിന്നെയോ ബൽക്കി പാട് ബി ഏക്ക് പഠിത്തേ. അങ്ങനെയല്ല കേട്ടോ, ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ വേറെ ടെക്സ്റ്റ് എടുത്ത് വായിക്കല്ല. പാഠ ഭാഗ് भी एक जैसा पढ़ते थे, एक ही पढ़ते थे. പാഠഭാഗവും മക്കളെ ഒരേ പാഠം തന്നെയാണ് 2 പേരും വായിക്കുക. ഉദാഹരണം പറയുന്നത് കേട്ടോളേ. ചമക് 1957 में वह तलवार पुलवानी थी. ഇത് ഹിസ്റ്ററിയിലുള്ള ഏതോ ഒരു ഭാഗമായിരിക്കാം. ചമക്കുടി എന്ന് പറഞ്ഞാൽ തിളങ്ങുക എന്ന, തൽവാർ എന്ന് പറഞ്ഞാൽ വാളാണ്. സൺ 57 എന്ന് പറഞ്ഞാൽ പറയുന്നത് 1857 കുറിച്ചാണ് മക്കളെ പറയുന്നത്. 1857 അതാണ് സൺ 57 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 1857 1840 വാസ് ഹാപ്പൻ ഇൻ 1857 ഇൻ അവർ ഹിസ്റ്ററി ആസ് ഏതായിരുന്നു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് ഒരാൾ പഠിക്കുന്നതെങ്കിൽ ഒട്ടനെ തന്നെ ഇപ്പോൾ സാഹിൽ പഠിക്കുകയാണെങ്കിൽ ഉടനെ ബേല അതോട് വീണ്ടും അവളും തുടങ്ങും. तो बेला भी चमक 1957 में वो तलवार പഠിത്തി. സെയിം ചാപ്റ്ററാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ കഥാകൃത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് ദേ ആർ ഡൂയിങ് ദ സെയിം ആക്ടിവിറ്റി. ഒരേ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. കോപ്പി അടിക്കുന്ന പോലെ 2 ആളും അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പം ദിസ് ഓൾസോ ഷോസ് ദ ഇന്നസെൻറ്റ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ദ ഫ്രണ്ട്ഷിപ്പ് വാസ് ഹൗ മച്ച് ഡീപ്പ്, എത്രമാത്രം ഡീപ്പ് ഫ്രണ്ട്ഷിപ്പായിരുന്നു എന്നുള്ളതാണ്. ഒരാൾ കോപ്പിയിലാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ആൾ കോപ്പി ചെയ്യും. ഒരാൾ വായിക്കുകയാണെങ്കിൽ അടുത്ത ആൾ വായിക്കും. വായിക്കുന്നതോ ഒരേ പാഠഭാഗങ്ങൾ തന്നെ. അതായിരുന്നു ആ കുട്ടികൾ 2 പേരുടെയും സ്വഭാവം. ബേല കഹത്തി, കൊച്ചുമക്കളാണ്, 5ാം ക്ലാസ്സിലെ കുട്ടികളാണ്. ബഹൻജി പാനി പീനെ ചല ജാओ, ബഹൻജി പാനി പീനെ ചല ജാओ. സ്കൂളിൽ ടീച്ചറോടോ ആയോടോ ചോദിക്കുക, ബഹൻജി ഞാൻ പാനി പീനെ ചല ജാओ, ഞാൻ വെള്ളം കുടിക്കാൻ പോട്ടെ എന്ന് ബേല ചോദിച്ചു കഴിഞ്ഞാലോ സാഹിൽ ബി കഹത്താ ഹേ ബഹൻജി മേ പാനി പീനെ ചല ജാऊं. സാഹിലോടനെ അതേ ചോദ്യം അങ്ങോട്ട് ചോദിക്കും. ഇതും ചെറിയ മക്കളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ക്ലാസ്സിൽ നിന്ന് ഒരാൾ വെള്ളം കുടിക്കാൻ പോയാലോ പിന്നെ ലൈനപ്പ് ആയിരിക്കും, എല്ലാവർക്കും വെള്ളം കുടിക്കാൻ പോകണം. ഒരാൾ മൂത്രമൊഴിക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും മൂത്രമൊഴിക്കാൻ പോകണം. ഇത് വെള്ളം കുടിക്കാനൊന്നും പോകുന്നതല്ല, എന്നാൽ അതൊരു ഹര. ഒരാളെ തുടങ്ങിയാൽ മതി, ബാക്കി എല്ലാവരും തുടങ്ങിക്കോളും. കൊച്ചുമക്കളാണ്, ശ്രദ്ധിക്കണം. നിങ്ങൾ മസിൽ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കൊച്ചു കുട്ടികളായിട്ട് ഇങ്ങനെ ഇരുന്നാലേ ഇത് മനസ്സിലാവും, എന്നാലേ ഒരു രസം ഉണ്ടാവും. ഓക്കെ. അപ്പം ഞാൻ വെള്ളം കുടിക്കാൻ പോട്ടെ എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതേ ചോദ്യം തന്നെ മറ്റേയാൾ എന്തു ചെയ്യും, ചോദിക്കും. ഇതും എന്താ മക്കളെ കാണിച്ചു തരുന്നത്? ദേ ആർ ഡൂയിങ് ദ സെയിം ആക്ടിവിറ്റി.
ഒരേ ചോദ്യം, ഒരേ പഠനം, ഒരേ എഴുത്ത്, എല്ലാം ഒന്നും രണ്ട് പേരും ഒന്നാണെന്ന് നമുക്ക് പറയാം. പിന്നെ നോക്കിക്കോളൂ മക്കളെ, അങ്ങനെ കഥ പോവുകയാണേ. ഇപ്പം നമുക്ക് ഒരു കാര്യം വ്യക്തമായി, ഈ രണ്ട് മക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധം വളരെ നിഷ്കളങ്കമായിട്ടുള്ള കൊച്ചുമക്കളുടെ ഹൃദയം തുറന്ന ആ ബന്ധം ഭയങ്കര രസമാണ് കാണുന്നത്. അങ്ങനെ ഒരു ദിവസം എന്ത് സംഭവിച്ചു? ഗണിത് കെ മാസ്റ്റർ സാബ് സുരേന്ദർ ജി കാ പീരീഡ് ഖേൽ ഗണ്ടി കെ ബാദ് ആതാ ഹൈ. നമ്മളെ ഗണിത് എന്ന് പറഞ്ഞാൽ മക്കളെ കണക്ക് കേട്ടോ, മാത്തമാറ്റിക്സ്. കണക്കിൻ്റെ പീരീഡും ആരാ കണക്കിൻ്റെ മാഷ്? സുരേന്ദർജി എന്ന് പറയുന്ന കണക്ക് മാഷ പീരീഡ് എപ്പോഴാണ് വരുന്നത്? ഖേൽ ഗണ്ടി കെ ബാദ് ആതാ ഹൈ. എന്താ മക്കളെ? ഖേൽന കളിക്കുക, ഘണ്ടി മണി, ഖേൽ ഗണ്ടി PT ബെല്ല്. ഓക്കെ, PT പീരീഡിന് ശേഷമാണ് കണക്കിൻ്റെ പീരീഡ് വരുന്നത്. നല്ല സുഖം ഉണ്ടാവും അല്ലേ? PT കഴിഞ്ഞിട്ട് കിട്ടേണ്ട സാധനം തന്നെയാണ് കണക്ക്. അതാ പറഞ്ഞത്, PT കഴിഞ്ഞ് ആകെ കളിച്ച് വേർത്തങ്ങനെ ഉഷാറായിട്ട് വരുമ്പം നല്ല സുന്ദരനായിട്ടൊരാളാറുണ്ടാവും, സുരേന്ദർ മാസ്റ്റർജി കണക്കുമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ബെച്ചെ ഉസ്സെ കാപ്തേ, നല്ല മാസ്റ്റർജിയാണ്. ബെച്ചെ കുട്ടികൾ ഈ ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ വിറയ്ക്കാൻ തുടങ്ങും. സന്തോഷം കൊണ്ടാണോ? ആരെങ്കിലും കണ്ടാൽ വിറയ്ക്കുക നമ്മൾ? അല്ല, എന്താ? പേടിച്ചിട്ടാ. 5ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വിറൽ തുടങ്ങും ഇദ്ദേഹത്തെ കാണുമ്പം. ആർ ഖേൽ ഗണ്ടി ബന്ദ് ഹോനെ സെ 2 മിനിറ്റ് പെഹലെ ഹി. ശ്രദ്ധിക്കണേ, PTയുടെ ബെല്ല് അടിക്കുന്നതിൻ്റെ 2 മിനിറ്റ് പെഹലെ മക്കളെ അർത്ഥം മുൻപേ തന്നെ അപ്പനി ജഗോ पर आकर बैठ जाते थे. കുട്ടികൾ അവരവരുടെ സീറ്റിൽ വന്നിരിക്കും. PT പീരീഡ് കഴിയുന്നതിൻ്റെ 2 മിനിറ്റ് മുന്നേ ക്ലാസ്സിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനാവുമോ? സാധാരണ PT കഴിച്ചിട്ട് ബോളെല്ലാം കൊണ്ടുവച്ച് സാധനങ്ങളൊക്കെ വെച്ച് കളി സാധനങ്ങളൊക്കെ വെച്ചിട്ട് വരുമ്പോഴത്തേക്ക് 5 മിനിറ്റ് ലേറ്റ് ആവുക സാധാരണ ചെയ്യാം. ഇവിടെ അതല്ല. ഇവിടെ കളി തീരുന്നതിൻ്റെ, കളിയുടെ പീരീഡ് കഴിയുന്നതിൻ്റെ മുമ്പ് 2 മിനിറ്റ് 2 മിനിറ്റ് പെഹലെ ഹി വെച്ചേ സാറേ വെച്ചേ 2 മിനിറ്റിൻ്റെ മുമ്പ് തന്നെ കുട്ടികൾ അപ്പനി ജഗ ആക്കർ ബൈഠ് ജാത്തെ, അവരവരുടെ സീറ്റിൽ വന്നിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ എന്തൊരു ഭീകരനാണ് ഈ കണക്കിൻ്റെ മാസ്റ്റർജി എന്നല്ലേ. ആലോചിച്ച് നോക്കൂ. PT പീരീഡ് കഴിഞ്ഞ്, സാധാരണ PT കഴിഞ്ഞ് ലേറ്റായിട്ടാണ് കുട്ടികൾ വരിക. ഇത് PT ഒന്നും അല്ല അപ്പോൾ പ്രശ്നം, ഇതാ കണക്കാന്ന് പറഞ്ഞിട്ട് ഓടി വന്നിരിക്കും. അത്രയും സുന്ദരനാണ് ഈ സുരേന്ദർ മാസ്റ്റർജി എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. വിറൽ വരെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. നോക്കിക്കോളൂ മക്കളെ, ഗണിത് മാസ്റ്റർജിക്കോ ബതാ ദിയാ ഹമേ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് മക്കളെ, ഈ കഹാനിയിൽ നമുക്ക് കഥാകൃത്ത് മൂന്നാമത്തൊരു ക്യാരക്ടറായിട്ട്, നമുക്ക് ദുക്കാൻദാർ മൂന്നാമത്തൊരു ക്യാരക്ടർ വന്നു കേട്ടോ, എങ്കിലും നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണമെങ്കിൽ 4ാമത്തൊരു ക്യാരക്ടറായിട്ട് गणित का मास्टर सुरेंद्र मास्टर जी आया. और सुरेंद्र मास्टर जी ऐसा मास्टर जी है कि बच्चे बहुत डरते हैं उसे देखकर. അദ്ദേഹത്തെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് പേടിക്കും. എനിക്ക് ബദർ കാം ചാത്തെ ഹെ കभी कभी, ഇടയ്ക്ക് കുട്ടികളെ പേടിക്കും. और गणित का पीरियड हमेशा खेल गंडी के बाद आता है. और खेल गंडी खत्म होने से 2 मिनट पहले ही बच्चे अपने अपने जगह आकर अपने अपने कक्षा में आकर बैठ जाते हैं, अपनी सीट में बैठ जाते हैं. ഓക്കെ മക്കളെ, നമ്മളിപ്പോൾ പാഠത്തിൻ്റെ 9ാമത്തെ പേജ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ക്ലാസ്സോടുകൂടി നമ്മളുടെ ഈ പാഠം അവസാനിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത പീരീഡിൽ നമുക്കിതിൻ്റെ ബാക്കി എടുക്കാം. ബോർഡിൽ മാഷ് എഴുതി വെച്ചത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കി ഇതിൻ്റെ കൂടെ തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും തരുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു പീരീഡോടുകൂടി നമ്മളെ ഈ ഫസ്റ്റ് പാഠം അവസാനിക്കും. ഓക്കെ, താങ്ക് യു.